സബ് കളക്ടർ പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ കൈമാറാമെന്നാണ് മാധ്യമങ്ങളോട് സബ് കളക്ടർ പറഞ്ഞത്. നടപടിക്രമങ്ങൾ മുഴുവൻ പാലിച്ചാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. നടപടിക്രമങ്ങൾ നമ്മൾ ഇപ്പം ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. അപ്പം അതിന്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു, നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും DYSP ഉണ്ടായിരുന്നു. നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കമലേഷിലേക്ക് വീണ്ടും. കമലേഷ്, സബ് കളക്ടർ പറഞ്ഞത് കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട് കാര്യങ്ങളെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ കുടുംബം, മക്കളും ഭാര്യയുമൊക്കെ അങ്ങേയറ്റം വിചിത്രവും ദുരൂഹവുമായിട്ടൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ളത്. അതാണ് പല സംശയങ്ങളും ബലപ്പെടുത്തി, അല്ലെങ്കിൽ പല സംശയങ്ങളും ഉണ്ടായത് അവിടെയാണ്. ഇന്ന് രാവിലെ ഈ കുടുംബത്തിൻ്റെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? പോലീസ് സംഘവും ഒക്കെ എത്തി കല്ലറ തുറക്കുകയും മൃതദേഹം പുറത്തെടുക്കുകയും ഗോപൻ്റെ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഈ കുടുംബത്തിൻ്റെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? ശരത്, ഈ സമയത്തൊക്കെ കുടുംബം വീടിനകത്ത് തന്നെയായിരുന്നു. ഈ മൃതദേഹം പുറത്തെടുക്കുന്ന ഘട്ടത്തിലടക്കം കുടുംബത്തിലെ ആരും പുറത്ത് ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ കുടുംബത്തിന്റെ സാന്നിധ്യത്തിലല്ല ഇത് പുറത്തെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ സബ് കളക്ടർ പറഞ്ഞതുപോലെ തന്നെ DYSP അടക്കം സബ് കളക്ടറും ഈ കുടുംബത്തോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഈ വിഷയങ്ങളെല്ലാം തന്നെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം വിട്ടു നൽകും ബന്ധുക്കൾക്ക്. അവർ സന്നദ്ധരാണെങ്കിൽ ആ നിലയിൽ അവർക്ക് വിട്ടു നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കുടുംബം ഇപ്പോഴും ഇപ്പോൾ സനന്ദനൻ മാത്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത്. ബാക്കിയുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ വീടിനകത്ത് ഉണ്ട്. പക്ഷേ അവർ മാധ്യമങ്ങളെ കാണാനോ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികരിക്കാനോ തയ്യാറാകുന്നുമില്ല എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. ഏതായാലും നേരത്തെ ആദ്യഘട്ടത്തിൽ അവർ ഉന്നയിച്ചിരുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. വളരെ സുഗമമായി തന്നെ മാധ്യമങ്ങൾ അത് എടുത്തു ചോദിച്ചിരുന്നു. ഈ ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഇത് പുറത്തെടുക്കുന്ന ഘട്ടത്തിലോ ഇൻക്വസ്റ്റ് നടപടികളുടെ ഘട്ടത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അത്തരത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ സുഗമമായി തന്നെ അവർക്ക് ഈ പരിപാടികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് സബ് കളക്ടറും വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നിലയിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പുരോഗമിക്കുന്നത്. അതുകൂടി പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിന്റെ മറ്റ് ഈ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഗോപന്റെ മകൻ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. കമലേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഗോപന്റെ മകൻ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധുക്കളുടെ സഹകരണം എന്നത് അതിലൂടെ തന്നെ വ്യക്തമാകുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ബന്ധുക്കളുടെ കൂടി സാന്നിധ്യവും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് കൂടിയാണ്. അത് സ്വാഭാവികമായതിനു ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് സംഭവിക്കാൻ പോകുന്നത്.